ഈ വർഷം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടെ തന്നെ കാണണമെന്നും അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് ഗോതയെ മെരുക്കിയെടുക്കാനും അത് ഉപകരിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരോട് പറയുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്താൻ മണ്ഡല കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് കുടുംബ സൗഹൃദ സദസ്സുകൾ നടത്തി കോൺഗ്രസ് താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക, അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ കേൾക്കുക, CPM ഭരണകാലത്ത് രാഷ്ട്രീയപരമായ ഇകഴ്ത്തലുകൾ അനുഭവിക്കുന്നവർ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രം നീതി നിഷേധിക്കപ്പെടുന്നവർ എന്നിവരെ കണ്ടെത്തുകയും അവർക്ക് ജീവിതത്തിൽ ദിശാബോധം ചൂണ്ടി ഊർജം കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പയിനാണ് കോൺഗ്രസ് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയിൽ നിന്നും കോൺഗ്രസ് കൃത്യമായ ഗൃഹപാഠം കൊണ്ട് ശക്തമായി കഴിഞ്ഞു. ഇപ്പോൾ 2020 കോവിഡ് കാലഘട്ടത്തിൽ മുഴുവൻ വോട്ട് ഷെയറിൻ്റെ 40.02% LDFിനായിരുന്നു, 37.9% UDFിനും, NDAയ്ക്ക് അത് 15% നേടാൻ സാധിച്ചത്. മൊത്തത്തിലുള്ള 854 ഗ്രാമപഞ്ചായത്തുകളിൽ 514 ഗ്രാമപഞ്ചായത്തുകൾ LDFിനും, 321 ഗ്രാമപഞ്ചായത്തുകൾ UDFിനും, 19 ഗ്രാമപഞ്ചായത്തുകൾ NDAയും നേടിയിരുന്നു എങ്കിൽ ഇത്തവണ അത് മാറി മറിയും എന്നാണ് UDF പറയുന്നത്. കാരണം പിണറായിയുടെ ഭരണം ജനം വിലയിരുത്തി കഴിഞ്ഞു. 514 എന്ന LDFിൻ്റെ കണക്കിൽ നിന്നും അവർ 310 തകരുകയും UDF നേടിയ 321 എന്നത് 524 ഉയരുകയും NDA 20 സീറ്റ് പിടിക്കുകയും ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ 108 ബ്ലോക്ക് പഞ്ചായത്ത് LDF നേടിയപ്പോൾ 38 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് UDFിന് കിട്ടിയിരുന്നത്. അതിലും വലിയ മുന്നേറ്റം UDF ഇത്തവണ നടത്തുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ 38 എന്നത് UDF 110 ഉയർത്തുകയും LDF 36 കൂപ്പുകുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 14 ജില്ലകളിൽ 11 ജില്ലകളും LDF പിടിച്ചിരുന്നു. അത് പൊളിച്ചടക്കി 12 ജില്ലാ പഞ്ചായത്തുകളും UDF ഇത്തവണ പിടിച്ചടക്കുമെന്നാണ് UDF പറയുന്നത്. മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാലോ, 43 മുനിസിപ്പാലിറ്റിയിൽ LDF പിടിച്ച 41 ഇത്തവണ UDF പിടിച്ചെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. കോർപ്പറേഷനിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ LDF പിടിച്ച 4 കോർപ്പറേഷനുകളും UDF ഇത്തവണ നേടും. ഒന്നിൽ മാത്രം LDFന് ഒതുങ്ങേണ്ടി വരുമെന്നാണ് UDFിൻ്റെ നിഗമനം. അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുന്നേ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തിലെടുക്കുന്ന UDF അധികാരം പിടിക്കാനുള്ള ഒരു സെമി ഫൈനലായാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ ഇപ്പം കാണിച്ച കണക്കിൽ NDA കണക്കുകൾ വലിയ തോതിൽ വിലയിരുത്തിയിട്ടില്ല എങ്കിലും NDA ഒരു വെല്ലുവിളികൾ തായി തന്നെ മുന്നിലുണ്ട് എന്നതുകൊണ്ട് വോട്ടുകൾ വീതിച്ചു പോകാനുള്ള സാധ്യതയും UDF കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജാഗരൂകരായി വേണം ത്രിതല പഞ്ചായത്തിനെ കാണേണ്ടത് എന്നാണ് കോൺഗ്രസിനകത്തെ രൂക്ഷമായ ചർച്ച. സൂക്ഷ്മമായ ഒരു നീക്കത്തിലൂടെ UDF മുന്നേറ്റം നടത്തുമ്പോൾ അത് വിജയം കാണാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈസിയാണ്. കേരള സർക്കാരിൻ്റെ നിലവിലെ സാഹചര്യം ജനദ്രോഹപരമായി തുടരുന്നതിനാലാണ് UDFിൻ്റെ വിജയസാധ്യത വിലയിരുത്തപ്പെടുന്നത്. വിലക്കയറ്റവും അഴിമതിയും ധൂർത്തും കേരള ജനതയിൽ ഇടുത്തിയായി തുടരുന്ന അവസ്ഥ ജനം തിരിച്ച് ചിന്തിക്കുകയും തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ട് തന്നെ ടീം UDF ഒറ്റക്കെട്ടായുള്ള ഒരു മുന്നേറ്റം ഇവിടെ നടത്തുമെന്നത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.